സൂറത്തു യാസീൻ ലഘു വിവരണം ഓഡിയോ നമ്പർ 6 ആയത്തുകൾ 66 മുതൽ 83 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون ولو نشاء നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു പറയാണ് ലതമസ്ന നാം തുടച്ചു കളയുമായിരുന്നു അല അയ്യിനിഹിം അവരുടെ കണ്ണുകളെ, ഈ സത്യനിഷേധികളുടെ. ഫസ്തബഖുസ് സിറാത്ത എന്നിട്ട് അവർ വഴി അന്വേഷിക്കുകയും വഴി നോക്കുകയും ചെയ്യുമ്പോൾ ഫഅന്നാ യുബ്സിറൂൻ അവർക്ക് എങ്ങനെ കണ്ണ് കാണാനാ? അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കണ്ണുകളെ തുടച്ചു മാറ്റുമായിരുന്നു എന്ന്. വലൗ നശാഉ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലമസഖ്നാഹും അവരെ നാം കോലം മാറ്റുമായിരുന്നു അലാ മക്കാനത്തിഹിം അവർ നിന്ന സ്ഥാനത്ത്, അവരുടെ സ്ഥാനത്ത് വെച്ച് തന്നെ. ഫമസ്തത്വാഉ അപ്പോൾ അവർക്ക് കഴിയുകയില്ല, മുദിയൻ നടന്നു പോവാൻ കഴിയില്ല,
വലാ യർജിഊൻ അവർക്ക് മടങ്ങി വരാനും പറ്റില്ല, പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാനൊന്നും പറ്റില്ല. വമൻ നുഅമ്മിരുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്. ഇനി സാധാരണ നമ്മൾ കാണുന്നൊരു കാര്യം പറയാണ്, വമൻ നുഅമ്മിരുഹു നാം ആരെ വയസ്സ് ദീർഘിപ്പിച്ച് കുറേ കാലം ജീവിപ്പിക്കുന്നുവോ, നുനക്കിസുഹു ഫിൽ ഖൽഖ് അവൻ്റെ സൃഷ്ടിപ്പിൽ നാം കീഴ്മേൽ മറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ചൈൽഡിഷ്നെസ് വരുന്ന പോലെ. അതിവാർദ്ധക്യം സംഭവിക്കുമ്പോൾ കേൾവിയും കാഴ്ചയൊക്കെ നല്ല പരുവത്തിലായിരുന്നൊരു മനുഷ്യൻ പിന്നെ അതെല്ലാം നേരെ ഡൗൺ ആകുന്നൊരവസ്ഥ, എല്ലാം കീഴ്മേൽ മറിയുന്നൊരവസ്ഥ. അഫലാ യഖിലൂൻ അവർ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ സാധിക്കുന്ന അള്ളാഹുവിന് ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജനിപ്പിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൂടെ പടപ്പുകൾക്ക്? വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു വമാ അല്ലംനാഹു ശിഅറ അദ്ദേഹത്തെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഷിഅർ കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗീ ലഹു അത് അദ്ദേഹത്തിന് ആവശ്യവും അല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ഇത് വ്യക്തമായ പ്രബോധനം അല്ലെങ്കിൽ പ്രമാണം, സ്മരണ അല്ലാതെ മറ്റൊന്നുമല്ല. വഖുർആനും മുബീൻ വ്യക്തമായ ഖുർആനും പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം, ധാരാളമായി പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്നാണ് ഖുർആൻ കൊണ്ട് ഉദ്ദേശ്യം, വിശുദ്ധ ഖുർആൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിയാണ് എന്നും ഖുർആൻ കവിതയാണ് എന്നുമൊക്കെയുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ശത്രുക്കളുടെ ഭാഗത്ത്. അതിനെ നിരാകരിക്കുകയാണ് ഇവിടെ. കവിത തീരെ പാടില്ല എന്നല്ല, പൊതുവെ കവിതയിൽ ഭാവനക്കാണ് കൂടുതൽ പ്രാധാന്യം യാഥാർത്ഥ്യത്തെക്കാൾ ഏറെ. എന്നാൽ ഇസ്ലാം നല്ല കവിതകളെ പ്രോത്സാഹിപ്പിച്ചതും നമുക്ക് കാണാൻ പറ്റും. ലിയുൻദിറ മൻ കാന ഹയ്യൻ ലിയുൻദിറ മുന്നറിയിപ്പ് നൽകുന്നതിന്. ഈ വ്യക്തമായ ഖുർആൻ എന്തിനുള്ളതാണ്? മുന്നറിയിപ്പ് നൽകാൻ. മൻ കാന ഹയ്യൻ ജീവിച്ചിരിക്കുന്നവർക്ക്, ജീവസുറ്റവർക്ക്. വയഹിഖൽ ഖൗലു വചനം സത്യമായി പുലരുന്നതിനും അലൽ കാഫിരീൻ സത്യനിഷേധികളുടെ മേൽ. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീന. അവലം യറൗ അവർ കാണുന്നില്ലേ? അന്നാ ഖലഖ്നാ ലഹും നിശ്ചയം നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചത്, മിമ്മാ അമിലത് ഐദീന നമ്മുടെ കൈകൾ പ്രവർത്തിച്ചതിൽ നിന്ന്, അൻആമൻ കാലികളെ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു റോളും മനുഷ്യർക്കില്ല. കാലികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് മനുഷ്യർക്ക് അള്ളാഹു നൽകിയതാണ്. ഫഹും ലഹാ മാലിക്കൂൻ എന്നിട്ട് അവർ അതിൻ്റെ ഉടമസ്ഥരാകുന്നു. അവർക്ക് കാര്യമായ റോളൊന്നുമില്ല ഈ കാലികളെ വളർത്തുന്നതിലും അവർ വളർന്നു വലുതാകുന്നതിലും ഒന്നും, അവരുടെ സൃഷ്ടിപ്പിലും ഒന്നും ഒരു റോളില്ല സൃഷ്ടിപ്പിലും. എന്നിട്ടും അവർ അതിൻ്റെ ഉടമസ്ഥരാക്കുന്നു. അതിന് അള്ളാഹു അവർക്ക് സൗകര്യമൊരുക്കുന്നു. വദല്ലൽനാ ലഹും നാം അവർക്ക് വിധേയപ്പെടുത്തി കൊടുക്കുന്നു ആ കാലികളെ, മൃഗങ്ങളെ. ഫമിൻഹാ റകൂബുഹും അതിൽ നിന്ന് അവർക്ക് വാഹനമുണ്ട്. വമിൻഹാ യഅ്കുലൂൻ അവയിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വലഹും ഫീഹാ മനാഫിഉ വമശാരിബ്. വലഹും അവർക്കുണ്ട് ഫീഹാ ആ കാലികളിൽ, മൃഗങ്ങളിൽ, മനാഫിഉ ഉപകാരങ്ങളുണ്ട്, വമശാരിബ് കുടിക്കാനുള്ള പാനീയമുണ്ട്, പാല് പോലത്തെ പാനീയങ്ങളുണ്ട്. അഫലാ യഷ്കുറൂൻ എന്നിട്ട് അവർ നന്ദിയുള്ളവരാകുന്നില്ലേ എന്ന്. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. വത്തഖദൂ അവർ സ്വീകരിച്ചു മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ ആലിഹത്തൻ ദൈവങ്ങളെ, ബിംബങ്ങളെയും മലക്കുകളെയും നബിമാരെ ഔലിയാക്കളെയും ജിന്നുകളെയും പിശാചുക്കളെയോ ഒക്കെ ദൈവങ്ങളായി സ്വീകരിച്ചു, ആരാധ്യ വസ്തുക്കളായി സ്വീകരിച്ചു. അവരോടൊക്കെ പ്രാർത്ഥിച്ചു, അവരോടൊക്കെ ഇസ്തിഹാസ നടത്തി. അങ്ങനെയുള്ള ആളുകൾ, സത്യനിഷേധികൾ, മുശ്രിക്കുകൾ. അപ്പോൾ വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത്തൻ അള്ളാഹു അല്ലാത്തതിനെ അവർ ഇലാഹുകളായി സ്വീകരിച്ചു. ലഅല്ലഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അതായത് അവർ അള്ളാഹു അല്ലാത്തവരെ പൂജിക്കുന്ന, ഇബാദത്ത് നിന്ന് അവർ പ്രാർത്ഥിക്കുന്ന, ഇസ്തിഹാസ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അവരിൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടിയിട്ട്. ലാ യസ്തതിഊന നസ്റഹും അവർക്ക് അവരെ സഹായിക്കാൻ കഴിയില്ല.
അള്ളാഹു അല്ലാത്ത ആരാക്കും കഴിയില്ല. വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. എന്നിട്ടും എന്താണ് അവർ ആ മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ അവർക്ക് സന്നദ്ധ സൈന്യം ആണ്. സന്നദ്ധ സൈന്യം പോലെ റെഡിയായി നിൽക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്, വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, മഹാത്മാക്കൾക്ക് വേണ്ടിയിട്ട്, ഖബറാളികൾക്ക് വേണ്ടിയിട്ട് ഒക്കെ. ഫലാ യഹ്സുൻക ഖൗലുഹും. അതിനാൽ താങ്കൾ അവരുടെ വാക്ക് താങ്കളെ എന്ത് ചെയ്യാതിരിക്കട്ടെ, ദുഃഖിപ്പിക്കരുത്. താങ്കൾ അതിൽ ദുഃഖം അരുത്, താങ്കൾ ദുഃഖിക്കരുത്. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. നിശ്ചയം നാം നഅലമു നാം അറിയും, മാ യുസിറൂന അവർ രഹസ്യമാക്കി വെക്കുന്നതും, വമാ യുഅ്ലിനൂൻ അവർ പരസ്യമാക്കുന്നതും. അപ്പോൾ അവർ കവിയാണ്, കവിതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് താങ്കളെയും വിശുദ്ധ ഖുർആനെയൊക്കെ ആക്ഷേപിക്കുന്നത്, അത് കാരണം താങ്കൾ എന്ത് ചെയ്യണ്ട, ഒരിക്കലും ദുഃഖിക്കേണ്ട. ഇത് വിശുദ്ധ വേദഗ്രന്ഥം തന്നെ ആണ്. താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകരുമാണ്, നബിയാണ്, റസൂലാണ്. അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കാണുന്നില്ലേ, അന്നാ ഖലഖനാഹു, നിശ്ചയം നാം അവനെ സൃഷ്ടിച്ചു എന്നത്, മിൻ നുത്ഫത്തിൻ, ഒരു ബീജഗണത്തിൽ നിന്ന്, ഫഇദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് ഇപ്പോൾ അവനതാ വ്യക്തമായ താർക്കികൻ ആയി മാറിയിരിക്കുന്നു, തർക്കക്കാരനായി മാറിയിരിക്കുന്നു. വദ്റബ ലനാ മസലൻ വനസിയ ഖൽഖഹ, വദ്റബ ലനാ, മനുഷ്യൻ നമുക്ക് ഉണ്ടാക്കി, മസലൻ ഒരു ഉപമയെ ഉണ്ടാക്കി, അള്ളാഹുവിനെ മറ്റുള്ളവരുമായി സദൃശപ്പെടുത്തി, മറ്റുള്ളവരെ അള്ളാഹുമായിട്ട് സദൃശപ്പെടുത്തി. വനസിയ ഖൽഖഹ, അവൻ്റെ സൃഷ്ടിപ്പ് മറക്കുകയും ചെയ്തു. ഖാല, എന്നിട്ട് അവൻ ചോദിച്ചു, മൻ യുഹ്യിൽ ഉദ്വാമ വഹിയ റമീം, ഈ എല്ലുകളെ ആര് ജീവിപ്പിക്കും, വഹിയ റമീം, അത് ജീർണിച്ച അവസ്ഥയിലായിരിക്കെ. അതായത് മരിച്ചിട്ട് ഈ എല്ലുകളൊക്കെ ജീർണിച്ച ശേഷം പിന്നെ ആര് ഇത് ജീവിപ്പിക്കും, ഈ മയ്യത്തിനെ? അതൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു അവരുടെ വാദം. ഖുൽ, നബിയെ പറയുക, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, യുഹീഹ, അവയെ ജീവിപ്പിക്കും, അല്ലദീ, എങ്ങനെയുള്ളവൻ, ഒരുത്തൻ, അൻശഅഹ, അവയെ ഉണ്ടാക്കി അവൻ, അവ്വല മർറ, ആദ്യഘട്ടത്തിൽ, ആദ്യത്തവണ, ഇതിനാദ്യം ആരുണ്ടാക്കിയത്? അവൻ തന്നെ. ഈ എല്ലുകളെ, ഈ ജീർണിച്ച ശരീരങ്ങളെ, മരിച്ചുപോയ മനുഷ്യരെ ഉൾപ്പെടെ എന്തു ചെയ്യും? പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അറിവുള്ളവനാണ്. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറാ, അല്ലദീ, എങ്ങനെയുള്ളവനാണ് അവൻ? അല്ലാഹു, ജഅല ലക്കും, നിങ്ങൾക്കവൻ ആക്കി, ഏർപ്പാടാക്കി തന്നു, മിനശ്ശജരിൽ അഖ്ദരി, അഖ്ദർ, പച്ചമരത്തിൽ നിന്ന്, നാറാ, തീയിനെ, ഫഇദാ അൻതും മിൻഹു തുഖിദൂൻ, ഇപ്പോഴിതാ നിങ്ങൾ അതിൽ നിന്ന് കത്തിക്കുന്നു. അതായത് ചില പച്ചമരങ്ങൾ, ഈറ പോലുള്ള ചില മരങ്ങൾ, അത് പരസ്പരം എന്ത് ചെയ്താൽ മതി, അത് ഉരസിയാൽ അതിൽ നിന്ന്, ആ പച്ചമരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നീരുള്ള ആ പച്ചമരത്തിൽ നിന്ന് തീ പുറത്തേക്ക് വരുന്നു. അങ്ങനെ നിങ്ങൾ തീ ഉണ്ടാക്കുന്നു. ഇപ്പോഴും ചില ആളുകൾ തീ ഉണ്ടാക്കാൻ വേണ്ടി ചില പ്രദേശങ്ങളിലത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ അത്ഭുതകരമായ ഒരു സംഗതി ആണല്ലോ. ഇതൊക്കെ സംവിധാനിച്ച അവന് നിങ്ങളെ പുനർജീവിപ്പിക്കാൻ സാധിക്കില്ലേ? അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെയും, സമാവാത്ത്, അർദ്, ഭൂമിയെയും സൃഷ്ടിച്ചവൻ അല്ലേ, ബിഖാദിരിൻ, കഴിവുള്ളവനല്ലേ, അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അവ പോലത്തത് സൃഷ്ടിക്കാൻ, ഇനിയും അതും അവ്വാർത്ത സൃഷ്ടിക്കാൻ അവന് കഴിയില്ലേ? ബലാ, അതെ, വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ സർവജ്ഞനായ മഹാസൃഷ്ടികർത്താവ് തന്നെയാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്നമാ അംറുഹു, നിശ്ചയം അവൻ്റെ കാര്യം, അള്ളാഹിൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഇദാ അറാദ ശൈഅൻ, അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, അവൻ്റെ ഇറാദത്തിൽ ഒരു കാര്യം വന്നാൽ, അൻ യഖൂല ലഹു, അതിനോട് പറയുകയേ വേണ്ടൂ, കുൻ ഉണ്ടാവുക എന്ന്, ഫയകൂൻ, അപ്പം അതങ്ങ് ഉണ്ടായി കഴിയും എന്നതാണ്. ഫസുബ്ഹാനല്ലദീ, അപ്പോൾ ഒരുത്തൻ പരിശുദ്ധനാണ്, ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം അവൻ്റെ കൈക്കാണ്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് മടക്കപ്പെടുന്നതും.